ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈദ് വ്ളോഗായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി തുടങ്ങിന് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അടിച്ചിട്ട് തോർത്തിരി ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് പെരുന്നായതുകൊണ്ട് ഷട്ടപ്പെട്ടേ നിർത്തി ഓരോന്നോരോന്നേ തീർക്കണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അടിച്ചിട്ട് നല്ല പങ്ങല തോർത്തിട്ട് എടുത്തിന് കേട്ടോ. കാരണം പെരുന്നല്ലേ, എല്ലാങ്ങും തോർത്തലുണ്ട്, എന്നങ്ങും പെരുന്നാകുമ്പോൾ കുറച്ചൊന്ന് വൃത്തിയിൽ തോർത്തണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നല്ല തോർത്തിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്ന കേട്ടോ. പിന്നെ ഇന്നലെ തോർത്തിയായിരുന്നു, പിന്നെ ഇന്ന് പെരുന്നാളൊന്നായിട്ട് നമ്മൾ ഒന്നും തോർത്തില്ല, എങ്ങനെയെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തോർത്തി കേട്ടോ. അടിപൊളിയായിട്ട് തോർത്തിട്ടൊന്നുമില്ല, അങ്ങനെ തോർത്തില്ലായിട്ട് ബേസിനൊക്കെ കഴിഞ്ഞിട്ടാ. നല്ല പങ്ങല ബേസിനെല്ലാം ക്ലീൻ ചെയ്ത് അങ്ങനെ അടിപൊളിയായിട്ട് ബേസിനും ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി പണിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ബേസ് ക്ലീൻ ചെയ്തിട്ട് ഞാൻ അതിലാണ് കുറേ പ്രാവശ്യം വിളിച്ചുകൊണ്ടായിരുന്നു കേട്ടോ. കാരണം ടാങ്കിലേക്ക് മോട്ടർ ഇട്ടിട്ട് കുറേ സമയം വെള്ളം മറിയുന്നുണ്ടായിരുന്നു. അവളെ വിളിച്ചുകൊണ്ടേ അവൾ കേൾക്കുന്നേ ഉണ്ടായിട്ടാ ഗൈസ്. അങ്ങനെ ഞാൻ അവളെന്താക്കുന്നുണ്ടായിരുന്നു നോക്കാൻ പോകുമ്പോൾ ഓളിതാ പാക്ക് ചെയ്യുന്നിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നതായിട്ട് അവളുണ്ടായിരുന്ന സമയത്ത് ഞാനങ്ങനെ നോക്കി. ഓൾ കോട്ടൂറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പെരുന്നാൾ ഫുൾ പാക്കിങ്ങിലായിരുന്നു. ഓളിന് 2 മാസം കഴിഞ്ഞിട്ടേ ഞാൻ വരുമാന്ന് പറഞ്ഞിട്ട് എത്ര ഡ്രസ്സ് ഉണ്ട് ആ ഡ്രസ്സൊക്കെ ഓളോളെ ബാഗിലേക്ക് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്കൂൾ അടിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അവന് പോകാൻ പറ്റിയിട്ടുണ്ടായിട്ട് അങ്ങനെ സ്കൂൾ അടിച്ചപ്പോഴേ ചൊറഞ്ഞോളുണ്ടായി എന്നോട്, ഞാൻ കോട്ടൂർ പോകുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ അവൾ ഏകദേശം ഓളെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്ന കേട്ടോ. അങ്ങനെ ഞാൻ ചിക്കനെല്ലാം എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൈ ആക്കാൻ, മസാല ആക്കാൻ, ചിക്കൻ ബിരിയാണി ആട്ടെ ഇന്ന് വെക്കാൻ പോകുന്നുള്ളത്. ചിക്കൻ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കന് ഫ്രൈ ആക്കാൻ പറയാം, പിന്നെ ബിരിയാണി വെക്കാൻ പറയാം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നല്ല പങ്ങൾ പെരക്കിയിട്ട് വെച്ചിട്ടുണ്ടായിട്ടാ. മുളകും മഞ്ഞൾപ്പൊടി പിന്നെ മസാലപ്പൊടിയൊന്നും ഞാൻ ഇടില്ല കേട്ടോ. പിന്നെ കുറച്ച് കോൺഫ്ലവറും കുറച്ച് റെഡ് ഫുഡ് കളറും ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നല്ല പല കൈ കൊണ്ട് ഇങ്ങനെ ചവിട്ടി കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മസാല ആക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചിക്കനും ഓരോന്നോരോന്ന് ഏറ്റ് ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തിന് കേട്ടോ. ഫ്രൈ ആക്കി എടുത്തതിന് ശേഷമായിട്ട് ഞാൻ ഇങ്ങനെ ഇതുപോലെ മസാല ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് ബിരിയാണി വെച്ചെങ്കിൽ ടേസ്റ്റ് എനിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ഒരു ചിക്കനെ ഇട്ടിട്ട് കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മാത്രമേ കഴിക്കാനുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ട് പിന്നെ കുറേ ആക്കി വെച്ചെങ്കിൽ ഫ്രിഡ്ജിൽ കയറ്റി വെക്കണ്ടേന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടാ. കാരണം നമ്മൾ പുറൽ നിൽക്കുന്നില്ല, അത് കാരണം നമ്മൾ കുറച്ച് മാത്രം ഉണ്ടാക്കിനിട്ടാ. നമ്മൾ കഴിക്കുന്നതിനാണ് കുറച്ചധികം അരങ്ങ് വന്നെങ്കൊന്നും ബൾബാനായി എന്ന് വെച്ചിട്ട് കുറച്ചധികം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നീരുള്ളി മുറിച്ചിട്ട് ഇതുപോലെ മസാല ആക്കിയിട്ട് എടുത്തിട്ടാ. അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ്. നമ്മൾ പറയുന്നത് ഞമ്മല്ലാണ്ട് വേറെ ആരും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നല്ല ടേസ്റ്റായെന്നും കൂടി പറഞ്ഞിട്ട്, അപ്പോൾ അതും കൂടി സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ബിരിയാണീൻ്റെ മസാലയൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ ഫ്രൈ ആക്കി വെച്ച ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലിട്ടാണ് വരുന്നുള്ളത്. അങ്ങനെ അതെല്ലാം ഇട്ട് നല്ല പാല മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ ഞാൻ ഈ ബിരിയാണി മസാല അങ്ങനെയൊന്നും ഉണ്ടല്ലോ കേട്ടോ. ഇതുപോലെ ചിക്കൻ മസാലയൊക്കെ വെച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കലാണ്. പിന്നെ നമ്മളതാ പെരുന്നാൾക്ക് നെയ്പ്പത്തിൽ ചുട്ടില്ല, പിന്നെ അങ്ങനെ എല്ലാ ദിവസവും ചുട്ടലുണ്ട്. പക്ഷെ പെരുന്നാളിന് നെയ്പ്പത്തിലും ചിക്കൻ കറി ഇല്ലാതെ പെരുന്നാൾ ഉണ്ടാവില്ല. എല്ലായിടത്തും ബീഫ് കറി നെയ്പ്പത്തിൽ അങ്ങനെ കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് കറി വെച്ചിട്ടാണ്. കാരണം വെച്ചാൽ ബീഫ് അടിക്കുമ്പോൾ അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ബീഫ് വെക്കാതിരുന്നത്. അങ്ങനെ ചിക്കൻ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി ഞാൻ നെയ്പ്പത്തിൽ ചുട്ടെടുത്തിന് കേട്ടോ. പിന്നെ ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റുന്നത് ജ്യൂസാണ് കേട്ടോ. പിന്നെ ഈ നോമ്പ് 29 ദിവസം നമ്മൾ ഫ്രഷ് ജ്യൂസ് അടിച്ചതുകൊണ്ട് ഇന്ന് ഇതുപോലത്തെ മാംഗോ പൾപ്പ് അടിക്കാൻ വെച്ചിട്ട് ഞാൻ പാലിട്ടിട്ട് അടിച്ചിട്ടാണ്. 3 പാക്കറ്റ് പാലിൻ്റെ ആട്ടോ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാംഗോ പൾപ്പ് ജ്യൂസാക്കിയിട്ട് ഞാൻ എല്ലാ ബാക്കി പണി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇത് റെഡിയാക്കി വെച്ചെങ്കിൽ ആ പണി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഇതുപോലെ ജ്യൂസാക്കിയിട്ട് വെച്ചിട്ട് അന്നെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് ഇതെടുത്തിട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ ഉമ്മ ഒപ്പം പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോയിട്ടാ. സമയം രാവിലെ 7 മണിയാട്ടാ. അങ്ങനെ അവർ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടാകുമ്പോൾ ഞാൻ ഏകദേശം ഈ പണിയൊക്കെ ഞാൻ സെറ്റാക്കിയിട്ട് വെക്കലാണ്. അങ്ങനെ ഇതിൻ്റെ ഒരു 3/4 ഭാഗം വരെ 3 പാക്കറ്റ് പാലിലേക്ക് ഇട്ട് തീർന്നിട്ടാ. പഞ്ചസാരക്ക് പിന്നെ സ്പൂൺ ഇടാൻ ടൈം ഉണ്ടായിട്ട് അങ്ങനെ എടുത്ത് ചൊരിഞ്ഞാണ്. ഇതുപോലത്തെ 2 പാത്രമാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് തികയാതെ വരുമ്പോൾ ഞാൻ ആദ്യം വീണ്ടും ആക്കിയിട്ടാ. കാരണം കുറേ ഉണ്ടാക്കി വെച്ചിട്ട് അതും വേസ്റ്റ് ആകണ്ടെന്ന് വെച്ച്. പക്ഷേ ഈ ചൂട് കാലമായതുകൊണ്ടാണെന്ന് അറിയില്ല എല്ലാവരും കുടിച്ചത് ജ്യൂസ് ഇട്ടിട്ടാ. ജ്യൂസ് തികയായിട്ട് ഞാൻ വീണ്ടും ജ്യൂസ് അടിച്ചുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ ജ്യൂസ് കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് ഗ്രേപ്പ് പിന്നെ ഇതുപോലെ ചൂടാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും അടിച്ചിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഈ കട്ടപ്പാൽ എത്ര ആയും വരെയൊക്കെ വീഴുന്നില്ല. അങ്ങനെ ഞാൻ കത്തി കൊണ്ട് കുത്തിയിട്ട് എങ്ങനെയെല്ലാം ആക്കിയിട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഒരു പാത്രം കഴിഞ്ഞ് അങ്ങനെ 2ാമത്തെ ചട്ടിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നുള്ളത്. 2 ചട്ടിയിൽ ഫുള്ളാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടാ.
അങ്ങനെ ജ്യൂസ് നല്ല തിക്നെസ് ഉണ്ടാകാൻ നോക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇതുപോലെ ഗ്ലാസ്സിലാക്കിയിട്ട് കൂട്ടിയിട്ട് നോക്കിയിട്ടാ നല്ല കട്ടിയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ രണ്ടാമത് ഞാൻ ഫ്രൈ ആക്കാനുള്ള ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ. വേറെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വേറെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ തന്നെ ഉമ്മ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് ചോറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ ഇട്ടാ ചോറ് ഉണ്ടാക്കിയിരുന്ന മസാല ഞാനാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ചോറ് വെച്ചിട്ടാകുമ്പോൾ ഞാൻ മസാല മിക്സാക്കി അങ്ങനെ ഉള്ളിയൊക്കെ കുറച്ച് ഇതുപോലെ വാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാഷ്യൂം നട്ട്സൊക്കെ ഇട്ടിട്ട് ഇതുപോലെ വാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ആയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ മാമാൻ്റെ പെരക്ക് പോകുന്നിട്ട് അതേ ഇടയിലുള്ള മാമാൻ്റെ പെരക്ക് പോകുന്നതാണ്. അപ്പോൾ ഉമ്മാവും ഞാനും നെയ്ലാവും നെയ്യാസും അങ്ങനെ മാമാൻ്റെ പെരക്ക് പോയിട്ട് വന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നു. വെറും ചായ മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ ഉപ്പൊക്കെ അപ്പം തിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണി വയ്ക്കാന്ന് വെച്ചിട്ട് എല്ലാവരും ഒന്നിച്ച് ഇതിൻ്റെ ബിരിയാണി വയ്ക്കുന്നുണ്ടാ. ഈ പെരുന്നാളെന്ന് ഒന്നിച്ച് ഇതിൻ്റെ ബിരിയാണി കഴിക്കുന്ന ഒരു വൈബൊന്ന് വേറെ തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് ബിരിയാണി കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനുണ്ടാക്കിയ ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല കേട്ടോ. പക്ഷേ ഇതെന്തോന്നറിയില്ല, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബിരിയാണി ആയിരുന്നു. അപ്പോൾ കുറേ ദിവസം വെച്ചിട്ടാ ബേക്കാണെന്നിട്ടാ നോമ്പിന് 2-3 പ്രാവശ്യം ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നല്ല ബിരിയാണി ആയിരുന്നു. എല്ലാവരും കഴിച്ചിട്ടാ. പഴിച്ചിട്ടാ എന്നൊന്നും അറിയില്ല. അങ്ങനെതാ കുറച്ച് ഫ്രീ ഉണ്ടാകുമ്പോൾ യോനടി എന്നിട്ട് ഊഞ്ഞാലാടിക്കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ പെരുന്നല്ലേ കോളാക്കിക്കൊണ്ടും അങ്ങനെ ബിസി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞമ്മതാ ഓരോരുത്തരേ പോകാമെന്ന് വിചാരിച്ച് വൈകുന്നേരം ആഴ്ച പുറത്തിറങ്ങിനെ. അങ്ങനെ മാമാൻ്റെ അടുത്തേക്ക് പോയിട്ടാകുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാമാൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് ബിസിയെല്ലാം പറഞ്ഞിട്ട് ഫോട്ടോസെല്ലാം എടുത്തിട്ട് എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞിന്. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കോട്ടൂരിലേക്ക് കേട്ടോ. കോട്ടൂരിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മതാ കേക്ക് കാച്ചിയതും എല്ലാത്തരം അപ്പം ഇതുപോലെ പാത്രത്തിലിട്ട് സെറ്റാക്കിയിട്ട് ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പെരുന്നാളപ്പം ചുട്ടൊന്നും എനിക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിട്ടാ. അങ്ങനെതാ എല്ലാവരും ഇരുന്നിട്ട് നമ്മൾ വന്നെത്തിയാലും ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു. പിന്നെ ഇവർക്കുള്ള പണി എന്താണെന്ന് വെച്ചെങ്കിൽ പെരുന്നാളിൻ്റെ വയസ്സ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കലട്ടാ. എണ്ണിയിട്ട് തീരുമെന്ന് പറഞ്ഞെങ്കിൽ ഓരത് കേൾക്കല. പിന്നെ നമ്മളെ കയ്യിൽ തരില്ല കേട്ടോ. എല്ലാം ഇവർ കാജുമ്മാൻ്റെ കയ്യിൽ കൊണ്ടിട്ട് കൊടുക്കും. ഞമ്മ എടുത്തിട്ട് തീർക്കുന്നു വെച്ചിട്ട് നെയ്യാജ് എടുക്കും. ഇപ്പോൾ ഉമ്മാൻ്റെ കയ്യിലാണ് കേട്ടോ പൈസ കൊണ്ടിട്ട് കൊടുക്കുന്നുള്ളത്. ഈ ചെറിയ പെരുന്നാൾക്ക് നമ്മളെ കാസർഗോഡ് ആൾക്കുള്ള ഏറ്റവും വലിയൊരിത് ഇത് പെരുന്നാൾ പൈസ കേട്ടോ. പിള്ളേർക്കൊക്കെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ഈ പെരുന്നാളിൻ്റെ പൈസ കിട്ടലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എല്ലാവരും പെരുന്നാൾ പൈസ എണ്ണിയിട്ട് പിന്നെ ഉമ്മാൻ്റെ അടുത്ത് പ്രത്യേകം എല്ലാവർക്കും 5 ആക്കും വേറെ പേഴ്സ് ഉണ്ട് കേട്ടോ. 5 അല്ല 6 ആക്കും. 6 പുള്ളിയൊക്കെ ഓരോരോ പേഴ്സ് ഉമ്മ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അല്ല കേട്ടോ, എല്ലാ സമയത്തും ഉമ്മാൻ്റെ കയ്യിൽ ഒരു സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കൽ. ഉമ്മ കേട്ടോ ഈ ബാങ്കിൻ്റെ മുതലാളി. അങ്ങനെ നമ്മളതിൽ കൊടുത്തങ്ങ് തീരുന്നിട്ട് എൻ്റെയിലും സൽമാനിലും സാജിൻ്റെ ഒന്നും അവർ തരലില്ല. എല്ലാം ഉമ്മാൻ്റെ എണ്ണയിൽ കൊടുത്തിട്ട് ഉമ്മ പേഴ്സിൽ പേര് എഴുതിയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കലാണ്. പിന്നെ നയാസിന് എണ്ണം കൂടിയാൽ മതി. നോട്ടിൻ്റെ എത്ര വലുപ്പമുണ്ടെന്നൊന്നും ഓന് നോക്കല. ഓനെല്ലാവരോടും ചെറിയ നോട്ട് വാങ്ങിയിട്ടായിട്ട് ഓനിക്ക് എണ്ണം കൂടാൻ വേണ്ടിയിട്ട് ഓന് കുറേ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. അങ്ങനെ എല്ലാവരും നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാജുമാനിൽ പൈസ എല്ലാം കൊടുത്തതിന് ശേഷം ഉമ്മറിന് ഇനിയും കൂടി നിങ്ങൾ ഫുഡ് കഴിക്കുക പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഇതിനിട്ട് എല്ലാവരും വന്നതിന് ശേഷം അങ്ങനെ നെയ്ച്ചോറും ബീഫ് കറിയും എന്നിട്ട് ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബീഫ് ബിരിയാണിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ബിരിയാണി, പിന്നെ നല്ല അടിപൊളി സൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബിരിയാണി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സൂപ്പ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ സൂപ്പ് നല്ല പാല കുടിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു സൂപ്പ്. അങ്ങനെ ഇതെല്ലാം കുടിച്ചിട്ട് നമുക്ക് കുറച്ച് പുറത്തിരുന്നിട്ട് നമുക്ക് പുള്ള പറഞ്ഞ് നമുക്ക് ബഡി പൊട്ടിക്കാം. ഇന്നലത്തെ ബാക്കി കുറച്ചോറ് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബഡിയും കൂടി പൊട്ടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇരിക്കുമ്പോൾ മാമാൻ്റെ അവിടെ നിന്ന് ചാച്ചാൻ്റെ ഓറെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശാശാൻ്റെ ഓറെല്ലാം വന്നിട്ട് ഓറും എല്ലാവരും ഫുഡ് കഴിക്കാണ്ടിരുന്ന്. പിന്നെ ഇത് മുന്നാക്കിയ സ്പെഷ്യലായിട്ട് ക്യാരറ്റ് ഹൽവ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒന്നിച്ചതിൻ്റെ ഫുഡ് കഴിച്ച്. അപ്പോൾ ചാച്ച പറഞ്ഞെങ്കിൽ ബിരിയാണി ഒന്നും വേണ്ടാറില്ലേ, ബത്തക്ക പീസിലേക്ക് ബീഫ് ഇട്ടിട്ട് കഴിച്ചായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിന്. തൂറ്റിലുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.